അവസാനം ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിൽ അമേരിക്കയും പങ്കുചേർന്നിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം 10ാമത്തെ ദിവസം പിന്നിടുമ്പോൾ ഇന്ന് പുലർച്ചെയാണ് അമേരിക്കയും ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇറാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇറാനിൽ അക്രമം നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക അക്രമം നടത്തിയത്. നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നീ 3 ഇറാൻ ആണവ കേന്ദ്രത്തിലാണ് അമേരിക്ക അക്രമം നടത്തിയത്. ഉഗ്രശേഷിയുള്ള എന്നാൽ അമേരിക്കയുടെ വ്യോമസേനയുടെ പക്കൽ മാത്രമുള്ള B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ വിവരങ്ങൾ സമൂഹമാധ്യമമായ എക്സിലൂടെ ലോകത്തോട് പങ്കുവച്ചത്. എന്നാൽ അമേരിക്കക്ക് ഈ അക്രമത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് എത്രത്തോളം കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാൻ പറയുന്നത് അമേരിക്കയുടെ അക്രമത്തിൽ വ്യോമകേന്ദ്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ അക്രമം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങളെ ഒഴിപ്പിച്ചിരുന്നു എന്നാണ് ഇറാൻ വാദിക്കുന്നത്. അമേരിക്കയുടെ ഈ അക്രമം കാരണം ആണവ കേന്ദ്രത്തിൻ്റെ പാളികൾക്ക് കാര്യമായ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഈ അക്രമത്തിൻ്റെ ഫലമായി ആണവ വികിരണം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇറാനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവ ഏജൻസിയും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് തന്നെ. എന്നാൽ ഇനി ഇറാൻ്റെ പ്രതികരണത്തിന് വേണ്ടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിൽ ഒരിക്കലും പങ്കുചേരരുത് എന്ന് അമേരിക്കയ്ക്ക് ഇതിനകം തന്നെ ഇറാൻ വാണിംഗ് കൊടുത്തതാണ്. എങ്ങാനും അമേരിക്ക ഈ അക്രമത്തിൽ പങ്കുചേർന്നാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇതിനോടകം തന്നെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നടത്തിയിരിക്കുന്ന അക്രമത്തിന് പ്രതികാരമായി കൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ എന്നുള്ളതാണ് വളരെ ആശങ്കയോടുകൂടെ ലോകരാജ്യങ്ങളും അതേപോലെ തന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഒമാൻ, ഖത്തർ അടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് 18ഓളം വരുന്ന സൈനിക കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ അക്രമത്തിന് പ്രതികാരമായി കൊണ്ട് ഈ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയോടുകൂടെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനോട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള അക്രമത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റിലെ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള അക്രമത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക കേന്ദ്രങ്ങളല്ല അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന പോർ വിമാനങ്ങളെ കൊണ്ടാണ് അമേരിക്ക ഇറാനിൽ അക്രമം നടത്തിയിരിക്കുന്നത്.